റിമൂവ്. ആരാണ് ഈ മോൺസൺ മാവുങ്കൽ? അദ്ദേഹം തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് പലതരത്തിലാണ്. പേരിലെ വൈവിധ്യമാണ് ജനശ്രദ്ധ നേടുന്നതിന്റെ ആദ്യപടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ എക്സാമ്പിൾ, പ്രമുഖ കോസ്മെറ്റോളജിസ്റ്റ്, ലോക സമാധാന പ്രചാരകൻ, മനുഷ്യസ്നേഹി, വിദ്യാഭ്യാസ വിദഗ്ധൻ, തെലുങ്ക് സിനിമാ നടൻ, പ്രഭാഷകൻ, മോട്ടിവേറ്റർ. മറ്റു ചിലർ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസിന് കിട്ടിയ 30 വെള്ളി നാണയങ്ങളിൽ 2 എണ്ണമടക്കം കയ്യിലുണ്ടെന്ന് ഇയാൾ ആളുകളെ വിശ്വസിപ്പിച്ചു. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് മോശയുടെ അംശവടിയാണ്. ഇത് അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം ഈ പറയുന്ന ആളുകളെയൊക്കെ വിശ്വസിച്ചിരുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. യൂദാസിന്റെ വെള്ളി നാണയം, 30 വെള്ളി നാണയങ്ങളിൽ 2 വെള്ളി നാണയം തന്റെ കൈവശമുണ്ട് എന്നാണ് അദ്ദേഹം നാട്ടുകാരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. നന്ദിയിലെ വിഗ്രഹം, ആ വിഗ്രഹവും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്ന് അവർ നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. നിനക്ക് ആദ്യത്തെ ഗ്രാമഫോൺ, ലോകത്ത് ആദ്യമായി ഉപയോഗിച്ച ഗ്രാമഫോൺ തന്റെ കൈവശമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നതും അത് കാണിച്ചു നൽകുന്നതും. എല്ലാം മോസ്റ്റ് മോഡേൺ ബ്രീഡ്സ് ആർ ഓൾ ഇമ്പോർട്ടഡ് ഫ്രം ഡെൻമാർക്ക്. ഉണ്ണിക്കണ്ണന്റെ വെണ്ണക്കുടം അന്ന് ഏത് കാലത്താണ് അത് ഉണ്ടായതെന്ന് ഇപ്പോൾ ആളുകൾക്ക് തന്നെ എത്ര ആലോചിച്ചാലും പിടികിട്ടുമെന്ന് തോന്നുന്നില്ല. താൻ എന്നാ പറഞ്ഞത്? പുരാവസ്തുവിനോട് തനിക്ക് ഭയങ്കര മുഹബത്താണല്ലോ. ഇതാണോ തന്റെ മുഹബത്തിന്റെ കാശ്? ഈ വെണ്ണക്കുടം മണ്ണിന്റെ കലമായിരുന്നു. അത് കണ്ണൻ പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി യശോദാമ്മ അത് മരത്തിന്റെ കുടമായി മാറ്റിയെന്നും ആ മരത്തിന്റെ കുടമാണ് തന്റെ കൈവശമുള്ളത് എന്നാണ് അദ്ദേഹം. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. മൈസൂർ കൊട്ടാരത്തിലെ ആധാരമുണ്ടെന്നും തിരുവിതാംകൂർ രാജാവിന്റെ ഇരിപ്പിടമുണ്ടെന്നും പുരാതന കാലത്തുള്ള ഖുർആൻ ഉണ്ടെന്നും കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അദ്ദേഹം വലിയ പുരാവസ്തു ശേഖരത്തിന്റെ ഉടമയായി ഇപ്പോഴും കഴിഞ്ഞ ദിവസം വരെയും ഈ കേരളക്കരയിൽ ജീവിച്ചു പോകുന്നത്. കുമ്പളങ്ങ പോലൊരു കഴുത്തും അതിനു മുകളിൽ മത്തങ്ങ പോലൊരു തലയുണ്ടായിട്ട് കാര്യമില്ല. അകത്താള് താമസം വേണം. കേട്ടല്ലോ, നിന്നോടും കൂടിയാ. ഇത് മൈസൂർ മഹാരാജാവ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു റിങ്ങാണ്. ബാലയ്ക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ ഇടുന്നു. താങ്ക് യു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൊച്ചിയിലെ പുരാവസ്തു കേന്ദ്രത്തിന്റെ ഉടമ അറസ്റ്റിൽ. ചേർത്തല സ്വദേശി മോൺസൺ മാവുങ്കലാണ് പിടിയിലായത്. ഇത് മൈസൂർ മഹാരാജാവ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു റിങ്ങാണ്. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കാം. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരാം.